അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 27ാമത്തെ യൂണിറ്റിലെ ആദ്യമായിട്ട് മഹ്മൂദ് ദർവേഷിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. മഹ്മൂദ് ദർവേഷും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബയോഡേറ്റയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ള ബത്താഖത്ത് ഹുവിയ എന്ന് പറയുന്ന ID കാർഡ് എന്ന് പറയുന്ന ആ ഒരു കവിതയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് നോക്കി പോവാം. മഹ്മൂദ് ദർവേഷ് 1942 മാർച്ച് 13 അദ്ദേഹം ജനിക്കുന്നത്. 2008 ആഗസ്റ്റിൽ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഫലസ്തീനിലുള്ള ഒരു വിപ്ലവ കവിയായിരുന്നു. അദ്ദേഹം വളരെയധികം ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു കർഷക ഫാമിലിയിലാണ്, ഒരു കൃഷിയുമായിട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഒരു കർഷക ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഫലസ്തീൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജലീൽ എന്ന് പറയുന്ന ആ ഒരു ജില്ലയിലെ ബിർവ എന്നുള്ള ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതുമെല്ലാം. അദ്ദേഹത്തിൻ്റെ ഒരു ജനനം ഈ ഒരു ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ ഒക്കെ മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് ഈ സയനിസ്റ്റ് ഭരണകൂടം ഫലസ്തീനെ ആക്രമിക്കുകയും അതേപോലെ തന്നെ ആ ഒരു ഷായറിൻ്റെ, നമ്മുടെ ഒരു മഹ്മൂദ് ദർവേഷിൻ്റെ അവരുടെ നാടിനെ അവർ തകർക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഒരു നാടിൻ്റെ സ്ഥാനത്ത് ഈ ദർവേഷിൻ്റെ നാടിനെ അവർ പൂർണ്ണമായിട്ടും ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഒരു സ്ഥലത്ത് ഒരു സയനിസ്റ്റ് ആവാസ സ്ഥലം, ഒരു സയനിസ്റ്റുകളുടെ ജൂതന്മാരുടെ ഒരു ഗ്രാമം 1948 അവർ പണിതുയർത്തുകയും ചെയ്തു. ആ ഒരു സമയത്ത് നമ്മുടെ ഈ കവിക്ക് ദർവേഷിന് ഏകദേശം 6 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹം ഈ ഒരു സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആക്രമണത്തെയും അതേപോലെ തന്നെ ഈ ഗ്രാമത്തിന് നേരെയുള്ള അവരുടെ ആക്രമണത്തെയും വെടിയുണ്ടകളെയും എല്ലാം അദ്ദേഹം കാണുന്നുണ്ട്. പിന്നീട് ലബനാനിലേക്ക് ആളുകളോട് കൂടെ, ഈ ഫലസ്തീനിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരോട് കൂടെ, ഗ്രാമത്തിലുള്ള ആളുകളോട് കൂടെ അദ്ദേഹം ലബനാനിലേക്ക് പലായനം ചെയ്ത് പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവായ സമയത്ത് അദ്ദേഹം ഒളിച്ചു കടന്നുകൊണ്ട് ഫലസ്തീനിലേക്ക് വീണ്ടും മടങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഫലസ്തീനിലെ ഹൈഫയിൽ അദ്ദേഹം കുറച്ചു കാലം താമസിക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് രക്തസാക്ഷിയായിട്ട് മരിക്കുകയും അദ്ദേഹത്തിന്റെ ഭൂമിയെല്ലാം ഈ ഒരു സയനിസ്റ്റ് ഭരണകൂടം കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്ന സമയത്തും ഒരു സാധാരണ ഒരു കർഷകനായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡറി ലെവലിലുള്ള ഒരു ഡിപ്ലോമ പഠനത്തിൽ അദ്ദേഹം നേടുന്നുണ്ട്. ആ ഡിപ്ലോമ നേടിയെങ്കിലും അദ്ദേഹത്തിന് തുടർന്ന് പഠിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. കാരണം അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളും കാര്യങ്ങളും, പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് പഠിക്കാൻ കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കാനൊന്നും അദ്ദേഹം സാധിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, ഈ ഒരു അധിനിവേശ ഭൂമിയിലുള്ള എല്ലാ അറബികളുടെയും അവസ്ഥ ഇതായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു ഫലസ്തീൻ ജനതയുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രധാനമായിട്ടും അന്ന് കാലത്തുണ്ടായിരുന്ന തശറുദ്, കുടിയേറ്റം, അതേപോലെ തന്നെ ഇഹ്തിലാൽ, ഈ ഒരു അധിനിവേശം, ഇത്തരത്തിലുള്ള ഫലസ്തീൻ ജനത അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയത് കാരണത്താൽ ഒരുപാട് തവണ അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. ആ ജയിലിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കവിതകളും എഴുതുന്നുണ്ട്. പിന്നീട് അറബികൾ ചില സാമൂഹിക സാഹചര്യങ്ങളിലൊക്കെ നടത്താറുള്ള ചില പരിപാടികളുണ്ട്. ആ ഒരു പരിപാടികളിൽ കൂടുതൽ അത്തരത്തിലുള്ള ഒരു കവിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി, ഒരു പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് കാരണത്താൽ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നിന്ന് നാട് കടത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലായാലും അതേപോലെ തന്നെ നിർബന്ധിത വസതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടു തടങ്കലിൽ വെക്കുക, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത മാർഗങ്ങളിലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സയനിസ്റ്റ് ഭരണകൂടം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം അവസാനം ഈ ഒരു അധിനിവേശ ഭൂമിയിൽ നിന്ന് അറേബ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അഥവാ നിർബന്ധിതമായിട്ട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് നാട് കടത്തുന്നുമുണ്ട്. ഈ ഒരു അധിനിവേശ പ്രദേശത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി നാട് കടത്തുന്നുമുണ്ട്. അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കവിതകളോട് കൊടുത്തിട്ടുണ്ട്. അസാഫിറും ബിലാജിയ, ചിറകില്ലാത്ത പക്ഷികൾ, അതേപോലെ തന്നെ ഔറാഖു സൈത്തൂൻ, അതേപോലെ ആഷിഖും മിൻ ഫിലസ്തീൻ, അതേപോലെ ആഹിറുല്ലൈൽ, ഹബീബത്തി തെൻഹദ് മിൻ നൗമിഹ, യൗമിയാത്ത് ജർഹ ഫലസ്തീൻ, ഇത്തരത്തിലുള്ള ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ചെറു കവിതകളും അതേപോലെ തന്നെ പോക്കറ്റ് ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ഫ്രീ വേഴ്സ് ആയിട്ടുള്ള ഷെയറുൽ ഹുറിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ഒരു അധിനിവേശ ഭൂമിയിൽ നിന്നുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനായിട്ട് നമുക്ക് മഹ്മൂദ് ദർവേഷിനെ കണക്കാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഒരു നക്ബയുടെ സാഹചര്യത്തിൽ ജനിക്കുകയും അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു തലമുറയുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു കവിയായിട്ടും നമുക്ക് മഹ്മൂദ് ദർവേഷിനെ മനസ്സിലാക്കാൻ കഴിയും. നക്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇസ്രായേൽ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫലസ്തീനെ പിടിച്ചെടുക്കുന്ന
ആദ്യത്തെ അധിനിവേശത്തിനാണ് നക്ബ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനിക്കുകയും ആ ഒരു അധിനിവേശത്തിന്റെ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചിട്ടുള്ള ആ ഒരു തലമുറയുടെ വികാരങ്ങളെ, അവരുടെ പ്രയാസങ്ങളെല്ലാം വിവരിക്കുന്ന ആ ഒരു കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരാളായിട്ടും നമുക്ക് ഈ ഒരു മഹ്മൂദ് ദർവേഷിനെ കണക്കാക്കാൻ കഴിയും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിയത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മഹ്മൂദ് ദർവേഷ് പ്രധാനമായിട്ടും അന്ന് കാലത്തുണ്ടായിരുന്ന സാമൂഹികമായിട്ടുള്ള അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രോഗ്രസ്സുകൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതാറുണ്ട്. അതേപോലെ തന്നെ വൽ ഹർക്കാത്തുൽ തഹരീരിയ ലിഷോബ്, ജനങ്ങളുടെ വിമോചന പ്രസ്ഥാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രത്തിൻ്റെ ഫലസ്തീൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ കവിതയെ സ്വയം എന്ത് ചെയ്തിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഫലസ്തീൻ്റെ പ്രതിരോധത്തിൻ്റെ, അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ശബ്ദമായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ യാഥാർത്ഥ്യവും അതേപോലെ തന്നെ കൂടുതൽ ലാളിത്യവും അതേപോലെ തന്നെ കൂടുതൽ യാഥാർത്ഥ്യമായിട്ടുള്ള വികാരങ്ങളുടെ പ്രകടനത്തെയും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെ മറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സിംബലുകളും റംസുകൾ, അഥവാ നമ്മുടെ പാഠം തന്നെ റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാഠങ്ങളാണല്ലോ സിംബലുകൾ, ഒരുപാട് സിംബലുകളും അതേപോലെ തന്നെ ഒരുപാട് മിത്തുകൾ, ഒരുപാട് പുരാണ കഥകളും അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം ഈ ഒരു അധിനിവേശ ഫലസ്തീനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധിനിവേശ ശക്തികൾക്കെതിരെ എഴുതുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, വ്യക്തമായിട്ട് എഴുതാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശത്തെ അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, മറച്ച് പറയേണ്ടി വരും, അഥവാ അവ്യക്തമായിട്ട് പറയേണ്ടി വരും. ആ കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പുരാണ കഥകളെയും അതേപോലെ തന്നെ ഈ ഒരു സിംബലുകളെയൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാരണത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ നമുക്ക് കുറേ അവ്യക്തമായിട്ടുള്ള സിംബലുകളും അതേപോലെ തന്നെ ഒരുപാട് പുരാണ കഥകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മഹ്മൂദ് ദർവേഷിനെ കുറിച്ച് നമുക്കുള്ളത്. ഈ മഹ്മൂദ് ദർവേഷിൻ്റെ ബയോഡേറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിത ബതാഖത്തുൻ ഹുവിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കവിത അഥവാ ബതാഖത്തുൻ ഹുവിയ എന്ന് പറയുന്ന ഒരു കവിത അഥവാ ID കാർഡ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഈ ഒരു കവിത യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇവിടെ നമുക്ക് പാഠത്തിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ മഹ്മൂദ് ദർവേഷ് ഒരിക്കൽ വിസാറത്തുൻ ദാഖിലിയ അഥവാ ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹം സന്ദർശിച്ച സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു ID കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ID കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പുതുക്കാൻ വേണ്ടിയിട്ടോ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു വിസാറത്തുൻ ദാഖിലിയ, ഈ ഒരു ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരുപാട് ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരെന്താണ്, ഉമ്മയുടെ പേരെന്താണ്, എപ്പോഴാണ് ജനിച്ചത്, അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഏതാണ്, ഇത്തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ദേശീയതയെക്കുറിച്ച് ഈ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ആ ഒരു സമയത്ത് ഈ മഹ്മൂദ് ദർവേഷ് പറഞ്ഞു, ഞാനൊരു അറബിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിഷേധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കാഠിന്യമായിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും ചോദിക്കുക, നിങ്ങളുടെ ദേശീയത ഏതാണ് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇദ്ദേഹം വീണ്ടും പറയാ, സജ്ജിൽ നീ രേഖപ്പെടുത്തുക, ഞാനൊരു അറബിയാണ്, നീ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിക്കോ എന്ന് ഈ ഒരു ഉദ്യോഗസ്ഥനോട് ഇദ്ദേഹം കേരളത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ നിന്ന് അഥവാ ഈ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഈ ഒരു അനുഭവം. അപ്പോൾ ഇദ്ദേഹം അറബിയാണ്, ഇദ്ദേഹത്തിന്റെ ദേശീയത ചോദിച്ചപ്പോൾ ഇദ്ദേഹം അറബിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥൻ അത് രേഖപ്പെടുത്താൻ, അത് ഉൾക്കൊള്ളാൻ ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത്, കാരണം ഈ ഒരു ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ സയനിസ്റ്റിന്റെ ആളുകളാണ്, അവരൊക്കെ അധിനിവേശ ശക്തികളായിട്ട് ഈ ഒരു ഫലസ്തീനിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്. പിന്നീട് അദ്ദേഹം ഈ ഒരു വിസാറത്തുൻ ദാഖിലിയത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു മടങ്ങുന്ന സമയത്ത് ബസ്സിൽ ഇരുന്നു കൊണ്ട് ബസ്സിന്റെ ടിക്കറ്റ് തദ്കിറത്തുൽ ബാസ് അഥവാ ബസ് ടിക്കറ്റിലാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതി തുടങ്ങുന്നത്. പിന്നീട് ഈ ഒരു കവിതയെ അദ്ദേഹം കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ഒരു കവിതയിൽ അന്ന് കാലത്ത് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, അഥവാ കുടിയിറക്കലുകളാണെങ്കിലും അതേപോലെ തന്നെ കുടിയിറക്കലിന് അറബിയിൽ പറയാ തശറുദ് എന്നുള്ളതാണ്, അതേപോലെ തന്നെ ഇഹ്തിലാല് അധിനിവേശം, ഇത്തരത്തിൽ അന്നത്തെ കാലത്ത് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കവിതയിൽ അദ്ദേഹം കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഇസ്രായേൽ വിഭാഗത്തെ, ഇസ്രായേൽ മനസ്സുകളൊക്കെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കവിതയിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഏതുപോലെ അൽ-ഇഅ്തിസാസു ബിൽ അറൂബ, അറബിയാണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, സ്വയം അഭിമാനിക്കുക, ആ ഒരു അഭിമാനത്തെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കവിതയിൽ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ വകസ്റത്തുൽ ഔലാദ്, ഒരുപാട് കുട്ടികളുണ്ട് എന്ന് പറയുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു കവിതയിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ മറ്റ് ഈ ഇസ്രായേൽ വിഭാഗത്തെ, ഇസ്രായേലികളെ, അധിനിവേശ ശക്തികളെ വെറുപ്പിക്കുന്ന കാര്യങ്ങളെയും അദ്ദേഹം ഈ ഒരു കവിതയിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ ഫലസ്തീൻ ജനതയുടെയും, ഫലസ്തീനിലുള്ള ഓരോ പൗരന്മാരുടെയും ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു ഓരോ പൗരന്മാരുടെയും സംസാരമാണ് ഈ ഒരു കവിത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പിന്നീട് ഈ ഒരു കവിതയുടെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ കൂടുതൽ എന്താണ് ഷിയറുൽ ഹുറും അതുപോലെ തന്നെ ഷിയറു തഫ്ഈലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇത് കൂടുതൽ എന്താണ് റിയലിസവുമായിട്ട് ബന്ധപ്പെടുന്ന കവിതയാണ്. കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ഭാവനാത്മകത ഒന്നും കൂടാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കവിതയാണ്. അതേപോലെ തന്നെ ഒരുപാട് റംസുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ സെറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈപ്രസ്, അതേപോലെ തന്നെ സൈത്തൂൻ, ഒലീവ്, കഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബികളുടെ ഒരു വസ്ത്രമാണ്. അതേപോലെ തന്നെ അക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലപ്പാവ്. ഇത്തരത്തിലുള്ള ഒരുപാട് സിംബലുകൾ അദ്ദേഹം ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഇത് റിയലിസവും അതേപോലെ തന്നെ സിംബോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിത കൂടിയാണ്. നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം. കവിത തുടങ്ങുന്നത് തന്നെ ആ ഒരു ഉദ്യോഗസ്ഥനോട് പറയുന്ന രീതിയിലാണ്. സജിൽ ഇദ്ദേഹത്തിന്റെ ദേശീയതയെക്കുറിച്ച് എന്താണ് ചോദിച്ച സമയത്ത്, ഇദ്ദേഹം സ്വദേശിയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ചോദിച്ച സമയത്ത് ഈ ഉദ്യോഗസ്ഥനോട്, ഈ ഒരു സയനിസ്റ്റ് ഉദ്യോഗസ്ഥനോട് മഹബൂബ് ദർവേഷ് പറയാണ്, സജിൽ നീ രേഖപ്പെടുത്തുക, നീ എന്ത് ചെയ്യുക, ആ രജിസ്റ്ററിൽ നീ രേഖപ്പെടുത്തുക, അന അറബിയൻ, ഞാൻ ഒരു അറബിയാണ്, ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ സ്വത്വം എന്താണ്, അറബി സ്വത്വമാണ്, ഞാൻ ഈ സ്വദേശിയാണ്, ഞാൻ ഈ ഫലസ്തീനിലുള്ള സ്വദേശിയാണ് എന്ന് നീ രേഖപ്പെടുത്തുക. ഞാൻ അറബിയും, ഞാൻ അറബിയാണ്. ഉറക്കമോ ബത്താഖത്തി ഹംസൂന അൽഫ്, എൻ്റെ ഒരു ഐഡിയുടെ നമ്പർ, എൻ്റെ ഐ ഡി നമ്പർ ഹംസൂന അൽഫ്, 5000 എന്ന് നീ രേഖപ്പെടുത്തുക. അഥവാ ഞാൻ എന്താണ് ഈ ഒരു ഫലസ്തീൻ പൗരനാണ് എന്ന് നീ രേഖപ്പെടുത്തുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഐ ഡി നമ്പർ പറയൽ കൊണ്ട് ഉദ്ദേശം ഞാനൊരു ഫലസ്തീൻ പൗരനാണ് എന്ന് പറയലാണ്. അതേപോലെ തന്നെ പിന്നീട് അവരെ ദേഷ്യപ്പെടുപ്പിക്കുന്ന കാര്യങ്ങൾ ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതാണ് പറയുന്നത്, വത്വാലി സമാനിയത്തുൻ, എൻ്റെ മക്കൾ എത്രയാണ്, എനിക്ക് 8 മക്കളുണ്ട്. വതാസിയും 9ാമത്തെ മകൻ സൈത്തി ബാസൈഫി, ഈ ഒരു ശൈത്യകാലത്തിന് ശേഷം എന്താണ് ജനിക്കാനിരിക്കുന്നുമുണ്ട്. നിലവിൽ എനിക്ക് 8 മക്കളുണ്ട്, എനിക്കൊരു മകൻ ഉണ്ടാവാനും പോകുന്നുണ്ട്. ഹൽ തകതം, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അഥവാ ഈ ഒരു ഉദ്യോഗസ്ഥനെ കളിയാക്കിയാണ് ചോദിക്കുക. ഹൽ തകതം, എനിക്ക് ഇത്ര കുട്ടികളെ കണ്ട്, എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നെന്താണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടെന്നാണ് ഈ ഒരു ഉദ്യോഗസ്ഥനെ കളിയാക്കിക്കൊണ്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്. അടുത്ത ലൈനിൽ പറയുന്നു അത് തന്നെയാണ്, സജിൽ നീ രേഖപ്പെടുത്തുക, അന അറബിയും, ഞാനൊരു അറബിയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ യാചിച്ച് നിൽക്കുകയില്ല, ഞാൻ എന്താണ് അധ്വാനിച്ചുകൊണ്ട് പണിയെടുക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വാമരു, ഞാൻ ജോലി ചെയ്യും, മാ റുഫാഖിൽ കദ്ഹായി, എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ, ഈ ഒരു പരിശ്രമത്തിലുള്ള എൻ്റെ സഹപ്രവർത്തകരോടുകൂടെ, കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഹദ്, പരിശ്രമം, ഈ പരിശ്രമത്തിലുള്ള എൻ്റെ ചങ്ങാതിമാരോടുകൂടെ, എൻ്റെ സഹപ്രവർത്തകരോടുകൂടെ ഞാൻ ജോലി ചെയ്യും. ഫീ മഹജർ, കോറികളിൽ എന്താകും, ഞാൻ ജോലി ചെയ്യും. അഥവാ ഞാൻ എന്താണ് അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്, നിങ്ങളെപ്പോലെ എന്തല്ല മറ്റുള്ളവരുടെ സ്വത്ത് കട്ടെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളല്ല എന്ന് പറയാണ്. വത്ഫാലി സമാനിയത്തുൻ, എനിക്ക് 8 മക്കളുണ്ട്. അസല്ലുലഹും, ഞാൻ അവർക്ക് നൽകും. റഗൈഫൽ ഖുബ്സി, പത്തിരി എന്താകും, ഞാൻ അവർക്ക് നൽകും. റൊട്ടികൾ എന്താകും, ഞാൻ അവർക്ക് ഭക്ഷിക്കാൻ നൽകും. അതേപോലെ തന്നെ വൽ അസ്വാബ, ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വസ്ത്രങ്ങൾ നൽകുന്നുണ്ട്. ദഫ്തറ, ഞാൻ അവർക്ക് നോട്ട് പുസ്തകങ്ങൾ നൽകുന്നുണ്ട്. മിന സുഹരി, ഈ പാറകളിൽ നിന്ന്, അഥവാ പാറ പൊട്ടിച്ചാണ്ട്, കോറിയിൽ പാറ പൊട്ടിച്ചാണ്ടെന്താണ് ഞാൻ അധ്വാനിക്കുകയും ആ അധ്വാനത്തിൽ നിന്നെന്താണ് ഞാൻ എൻ്റെ മക്കൾക്ക് ചെലവ് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അല്ല നിങ്ങളെപ്പോലെ എന്ത് ചെയ്യുന്നില്ല, ഞാൻ മറ്റുള്ളവരുടെ വസ്തുക്കൾ, മറ്റുള്ളവരുടെ സമ്പത്തുകൾ എന്താണ് തട്ടിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. വലാത്ത വസലു, ഞാൻ എന്താവുകയില്ല, ചോദിക്കുകയില്ല. ആ സ്വതക്കാത്ത് മിംബാബിക്ക, നിങ്ങളുടെ വാതിൽക്ക് വെച്ചുകൊണ്ട്, നിങ്ങളുടെ വാതിലുകളിൽ, നിങ്ങളുടെ വീടിന്റെ മുമ്പിലുകൾ വന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് യാചിക്കുകയില്ല, നിങ്ങളോട് ഞാൻ സ്വതക്ക തേടുകയില്ല, നിങ്ങളോട് ഞാൻ എന്താവുകയില്ല, യാചിക്കുകയില്ല. വലാസ്അറു, ഞാൻ എന്താണ് ചെറുതാവുകയില്ല, അങ്ങനെ ഞാൻ എന്താണ് നിങ്ങളുടെ മുമ്പിൽ നിന്ദ്യനാവുകയുമില്ല. അമാമ ബിലാത്തി ആഴ്ത്താവിക്ക, നിങ്ങളുടെ വാതിലുകളുടെ മുന്നിൽ. ബിലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽസിനൊക്കെയാണ് പറയാറുള്ളത്. ഏതായാലും നിങ്ങളുടെ വാതിലിന്റെ മുമ്പിൽ എന്താവുകയില്ല, ഞാൻ നിസ്സഹായതനായിട്ട്, നിന്ദനായിട്ട്, ചെറിയവനായിട്ട് നിൽക്കുകയുമില്ല. ഫഹൽ തഹദം, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നെന്താണ് ഒരു പരിഹാസ രൂപേണ ചോദിക്കുകയാണ്. പിന്നീട് അടുത്ത വരികളിൽ അദ്ദേഹം, ഞാൻ ഈ നാട്ടിൽ ഒരുപാട് കാലങ്ങൾ, അഥവാ ചരിത്രം തുടങ്ങുന്നതിന് മുമ്പേ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു ഫലസ്തീനിൽ ജീവിക്കുന്ന ഒരു പൗരനാണ് ഞാൻ, നിങ്ങളെപ്പോലെ കയറി വന്നവനല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയാണ്, സജിൽ നീ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തിക്കോ, അന അറബിയുൻ, ഞാൻ ഒരു അറബിയാണ്. അനസ്മൻ ബിലാൽ അഖബിൻ, ഒരു തലക്കെട്ടുമില്ലാത്ത ഒരു പേരാണ് ഞാൻ, അഥവാ പ്രത്യേകിച്ച് തലക്കെട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പേരാണ് ഞാൻ. സബൂറുൻ, ഞാൻ വളരെയധികം ക്ഷമിക്കുന്നവനാണ്. ഫി ബിലാദിൻ, ഒരു നാട്ടിൽ, കുല്ലു മാഫിഹ, ആ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ ക്ഷമിക്കുന്നുണ്ട്. അഥവാ ഞാനിപ്പോൾ ഫലസ്തീനിൽ താമസിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഫലസ്തീനിലുള്ള പ്രശ്നങ്ങളെയെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ക്ഷമിച്ചുകൊണ്ട് അതിലൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യായിഷു, ഞാൻ ജീവിക്കുന്നു. ബി ഫൗരിൽ ഓദബി, ഏറ്റവും എന്താണ് ശക്തമായിട്ടുള്ള ദേഷ്യത്തിൽ ഞാൻ എന്താണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ അധിനിവേശക്കാരോടൊക്കെ എന്താണ് ശക്തമായിട്ടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ക്ഷമിച്ച് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുദരി, എൻ്റെ വേരുകൾ, അഥവാ എൻ്റെ തലമുറ നീ നോക്കുകയാണെങ്കിൽ, എൻ്റെ വേരുകൾ നീ നോക്കുകയാണെങ്കിൽ, കബല മീലാദി സമാനി റസത്ത്, കബല മീലാദി സമാനി, ഈ ഒരു കാലം അല്ലെങ്കിൽ സമയം ജനിക്കുന്നതിന് മുമ്പേ, അഥവാ കാലം ഉണ്ടാവുന്നതിന് മുമ്പേ, റസത്ത്, എൻ്റെ വേരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭൂമിയിൽ ഉറച്ചു പോയിട്ടുണ്ട്. അഥവാ അത്രയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ പാരമ്പര്യം അത്രക്കും പഴക്കമുണ്ട്, ഞാൻ ഈ ഒരു ഫലസ്തീൻ പൗരനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്.
അതേപോലെ തന്നെ വഖബല തഫ്തഹിൽ ഹൈകമി, ഈ ഒരു യുഗം തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ വേരുകൾ ഈ ഭൂമിയിൽ ഉറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വഖബല സെറുവി വ സൈത്തൂനി, ഒലീവുകളും അതേപോലെ തന്നെ സൈപ്രസ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ എൻ്റെ വേരുകൾ ഈ ഒരു ഭൂമിയിൽ ഉറച്ചിട്ടുണ്ട്. വഖബല തെറഉറുൽ അശബി, പുല്ല് മുളക്കുന്നതിന് മുമ്പേ, ഈ ഭൂമിയിൽ എന്താണ് പുല്ല് മുളക്കുന്നതിന് മുമ്പേ എൻ്റെ വേരുകൾ ഈ ഒരു പലസ്തീൻ ഭൂമിയിൽ ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ചരിത്രാതീത കാലം മുതലേ ഉള്ള പാരമ്പര്യമാണ് എനിക്കുള്ളത്, ഞാൻ ഈ ഒരു ഫലസ്തീൻ പൗരനാണ് എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ അബി, എൻ്റെ ഉപ്പയാണെങ്കിലോ മിൻ ഉസ്രത്തിൽ മിഹ്റാസി, ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. ലാമിൻ സാഅത്തി നുജുബിൻ, ഒരു പ്രഭുക്കന്മാരിൽ നിന്നുള്ള നേതാക്കന്മാർ, നുജുബ് എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്താണ് കുലീനരായിട്ടുള്ള പ്രഭുക്കന്മാരിൽ നിന്നുള്ള ഒരാളല്ല, മറിച്ച് സാധാരണക്കാരനായി മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർഷകനായിരുന്നു എൻ്റെ ഉപ്പ. അതേപോലെ തന്നെ ജദ്ദി ഖാൻ ഫലാഹൻ, എൻ്റെ മുത്തച്ഛനും ഒരു കൃഷിക്കാരനായിരുന്നു. ബിലാ ഹസബിൻ, ഒരു വംശപരമ്പരയൊന്നും ഞാൻ നോക്കുന്നില്ല. വലാ നസബിൻ, അതേപോലെ തന്നെ തറവാടിത്തോ അല്ലെങ്കിൽ കൂടുതൽ വലിയ വംശപരമ്പരയൊന്നും ഇല്ല ആളുകളൊന്നല്ല, മറിച്ചെന്നാണ് ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. വബൈത്തി, എൻ്റെ വീടാകുന്നത് കൂഹനാത്തൂരിൻ, ഒരു സാധാരണ കാവൽക്കാരൻ്റെ വീട് പോലെയുള്ള ചെറിയൊരു കൂരയായിരുന്നു. ഇമിയൽ അവാദി വൽ കസബി, അതെന്താണ് ഈ ഒരു ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കരിമ്പിൻ്റെ കൊമ്പുണ്ടല്ലോ, ആ കരിമ്പ് കൊണ്ടും അതേപോലെ തന്നെ ഈറ്റ കൊണ്ടും അതേപോലെ തന്നെ അവാദ് വിറകുകൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഒരു സാധാരണ കൂരയായിരുന്നു എൻ്റെ വീട്. ഫാൽ തുർദീക്ക മനസ്സിലെത്തി, എൻ്റെ ഒരു പൊസിഷൻ, എൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ഒരു വീടിനെ നീ തൃപ്തിപ്പെടുന്നുണ്ടോ? അനസ്മും ബിലാലക്കബിൻ, ഒരു തലക്കെട്ടുമില്ലാതെ അല്ലെങ്കിൽ ഒരു സ്ഥാനപ്പേരുമില്ലാത്ത ഒരു സാധാരണ നാമമാണ് ഞാൻ. സെജിൽ, നീ രേഖപ്പെടുത്തുക, ഞാൻ അറബിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകളും അതേപോലെ തന്നെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം, അദ്ദേഹത്തിൻ്റെ നിറം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, അദ്ദേഹത്തിൻ്റെ അഡ്രസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. വലൗനു ഷാരി, എൻ്റെ മുടിയുടെ നിറം ഫഹ്മിയുൻ, അത് കരിയുടെ നിറമാണ്. വലൗനുൽ ഐനി, എൻ്റെ കണ്ണിൻ്റെ നിറമാവുന്നത് ബുന്നിയുൻ, അത് തവിട്ട് നിറമാണ്. അപ്പോൾ മയ്യിസാത്തി, എൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ അലാ റസി, എൻ്റെ തലയുടെ മുകളിലുണ്ട് അക്കാലുൻ, ഒരു തലപ്പാവുണ്ട്. ഫൗക കൗഫിയത്തിൻ, ഈ കഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തലപ്പാവിന് താഴെ ഉണ്ടാവുന്ന ഒരു വസ്ത്രം പോലെയാണ്. അഥവാ ആ ഒരു കഫിയുടെ, എൻ്റെ തലയിൽ നിന്നുണ്ട് കഫിയുണ്ട്, ആ കഫിയുടെ മുകളിൽ നിന്നുണ്ട് ഒരു തലപ്പാവുമുണ്ട്. അതേപോലെ തന്നെ അഥവാ ഇവരെന്താണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഇത്തരത്തിൽ ഈ ഒരു സയനിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ഇവരെന്താണ് പറയുകയാണ്. എന്നിട്ട് അവിടെ നിർത്തുന്നില്ല, അദ്ദേഹം പറയാണ് എൻ്റെ കൈകൾ എൻ്റെ കൈകൾ സ്വൽപത്തിന് അത് ഉറച്ചതാണ്, കസുഹരി, പാറ പോലെ ഉറച്ചതാണ്. തഹ്മിഷു മൈ യുലാമിസുഹ, ആ കൈ സ്പർശിക്കുന്ന ആളുകളെ എന്ത് ചെയ്യും, അത് ചൊറിയും അല്ലെങ്കിൽ മുറിവാക്കും. തഹ്മിഷു, അത് മുറിവാക്കും. അപ്പോൾ ഇവരെന്താണ് ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കൂടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നു വാക്യവും ഭക്ഷണത്തിൽ നിന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം അസൈതു, അത് ഒലീവും അതേപോലെ തന്നെ വസ്സഖ്തറു, കാശിത്തുമ്പയുമാണ്. കാശിത്തുമ്പ, സഖ്തർ എന്ന് പറഞ്ഞാൽ കാശിത്തുമ്പ എന്നാണ് അർത്ഥം വരുന്നത്. അതേപോലെ തന്നെ അൻവാനി, എൻ്റെ അഡ്രസ്സ് ആവുന്നത് അനമിൻ കറിയത്തിന് അസ്ല, ഞാൻ എന്താണ് ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. മനസിയ, എങ്ങനെയുള്ള ഗ്രാമമാണ് മനസിയ, എല്ലാവരും മറക്കപ്പെട്ട ഒരു ഗ്രാമം. ഷവാരിയുഹ, അതിൻ്റെ തെരുവുകളൊക്കെ നെയ്തിട്ട് എല്ലാവരും മറന്നിട്ടുണ്ട്. ബിലാസ്മായിൻ, പേരില്ലാത്ത എല്ലാവരും മറന്നിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ നിന്നാണ് ഞാൻ വരുന്നത്. കുല്ലു റിജാലിഹ, ആ ഗ്രാമത്തിലുള്ള എല്ലാ പുരുഷന്മാരും ഫിൽ ഹക്കിലി, ഒന്നുകിൽ വയലിലാണ്, ഒൽ മഹജരി, അല്ലെങ്കിൽ എന്താണ് ജയിലിലാണ്. ഫൽ തഖദം, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? സെജിൽ, നീ രേഖപ്പെടുത്തിക്കോ, അന അറബിയുൻ, ഞാനൊരു അറബിയാണ്. പിന്നീട് അവസാനം അദ്ദേഹം ഈ ഒരു കോളനിവൽക്കരിച്ച അഥവാ ഈ ഒരു സയനിസ്റ്റ് ഭരണകൂടത്തോട് അദ്ദേഹം സംസാരിക്കുകയാണ്. സെലബത്തെ കുറവും അജിതാദി, എൻ്റെ മുത്തച്ഛന്മാരുടെ മുന്തിരി തോട്ടങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്. വാർലൻ കുൻതു അഫ്ലാഹുക, ഞാൻ കൃഷി ചെയ്തിരുന്ന അന വജമി ഔലാദി, ഞാനും എൻ്റെ മക്കളെല്ലാം കൃഷി ചെയ്തിരുന്ന ആ ഒരു ഭൂമിയെയും നിങ്ങൾ എന്ത് ചെയ്തു, തട്ടിയെടുത്തു, നിങ്ങൾ കൊള്ളയടിച്ചു. വലം തത്രുക്കുലന, ഞങ്ങൾക്ക് നിങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. വലി കുല്ലി അഹ്ഫാദി, എൻ്റെ തലമുറകൾക്ക്, എൻ്റെ പേരക്കുട്ടികൾക്കും നിങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. സിവാഹാദി സുഹൂരി, ഈ പാറകളല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തേ ഉള്ളൂ, ജോലിയെടുക്കാൻ ഈ ഒരു പാറകൾ മാത്രമേ നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ ഭൂമികളൊക്കെ നിങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഫാൽ തഖുദുഹ, ആ പാറകളെ കൂടെ നിങ്ങൾ എന്താവുക, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുമോ? ഹുക്കുമത്തുക്കും, നിങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളിൽ നിന്ന് ഈ പാറകൾ കൂടെ തട്ടിയെടുക്കുമോ? കമാക്കീല, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ പാറ പോലും എന്താവുകയില്ല, ബാക്കി വെക്കൂല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൻ അന്നേരം സെജിൽ, അല്ലെങ്കിൽ ഇതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അനുമതി നൽകുകയാണ്, ഞാൻ നിനക്ക് സമ്മതം നൽകുന്നു. സെജിൽ, നീ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഊല, അതിൽ നിന്നുള്ള ഒന്നാമത്തെ പേജിൽ തന്നെ, എൻ്റെ ഒന്നാമത്തെ പേജിന്റെ മുകളിൽ തന്നെ എന്നെ നീ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക.
പിന്നീട് അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു സ്വരം മാറ്റിക്കൊണ്ട് കുറച്ചുകൂടെ വൈകാരികമായിട്ടുള്ള, അതേപോലെ തന്നെ കുറച്ചുകൂടെ രോഷമായിട്ടുള്ള രീതിയിൽ പറയാണ്, അനലാഖറ ഉന്നാസ, ഞാൻ ജനങ്ങളെ ഒന്നും വെറുക്കുന്ന ഒരാളല്ല, അതേപോലെ തന്നെ വലാസ്തു അലാഹദിൻ, ഞാൻ ഒരാളെയും കൊള്ളയടിക്കുന്ന ആളുമല്ല, വലാക്കിന്നീ, പക്ഷേ ഇതാമാ ജോർത്തു, എനിക്കെങ്ങാനും വിശന്നു കഴിഞ്ഞാൽ ആ കുരു ഞാൻ ഭക്ഷിക്കും, ലഹമു മുഅത്തസബി, എന്നെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ എന്താണ് എന്നെ തട്ടിയെടുത്തിട്ടുള്ള, എന്നെ കൊള്ളയടിച്ചിട്ടുള്ള ആളുകളുടെ മാംസത്തെ ഞാൻ ഭക്ഷിക്കും. എനിക്കെങ്ങാനും വിശന്നു കഴിഞ്ഞാൽ എന്താകും, എന്നെ കൊള്ളയടിച്ച ആളുകളുടെ മാംസത്തെ ഞാൻ ഭക്ഷിക്കും. അതുകൊണ്ട് ഹദാരി ഹദാരി, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, മിൻ ജുഅഇ, എന്റെ വിശപ്പിനെയും അതേപോലെ തന്നെ മിൻ ഗദബി, എന്റെ ദേഷ്യത്തെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ രീതിയിൽ അദ്ദേഹം എന്താണ് ഈ ഒരു കവിത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.